പഠിക്കുന്നതിനായിട്ട് കൂടി വരുവാനായിട്ട് ഞങ്ങളെ കൂട്ടി വരുത്തിയ വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇവിടെയും ഓൺലൈനായിട്ടും ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവവചനം പഠിപ്പാനുള്ള വലിയൊരു ആർത്തിയും ആഗ്രഹവും താല്പര്യവും കർത്താവെ അങ്ങ് എൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം കർത്താവെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞുവല്ലോ കർത്താവെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ കർത്താവെ അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായി തീരുവാൻ, അത് അനുഭവവേദ്യമായി തീരുവാൻ ഈ രാത്രികാലം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം കർത്താവെ ധാരാളമായി ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഈ രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ദാഹത്തെ അവിടുന്ന് തീർത്ത് തരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അവിടുന്ന് അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനം വിഭാഗിപ്പാനായിട്ട് അടിയനെയും ശക്തീകരിക്കണമേ. അവിടുന്ന് മാത്രം മഹത്വം എടുക്കണമേ. ക്രൂസിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ വചനം വിഭാഗിപ്പാനായിട്ട് അടിയനെ ശക്തീകരിക്കണം. കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പഠനം ഏവർക്കും, ഇന്ന് കേൾക്കുന്നവർക്കും തുടർന്ന് ആരൊക്കെ കേൾക്കുന്നവർക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സംഗതിയാക്കണം. മഹത്വം തിരുമേനിക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ താഴ്മയും വിനയവുമായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അല്ലെങ്കിൽ ഇടയലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഒന്നാം കാരാഗ്രഹവാസത്തിന് ശേഷം, അതായത് അപ്പോസ്തല പ്രവൃത്തി 28 പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ സംഭവം, താൻ റോമയിൽ എത്തി ഒന്നാമത്തെ കാരാഗ്രഹവാസത്തില് വിചാരണ കാത്തുകൊണ്ട് അവിടെ കൂലിക്ക് വാങ്ങി വീട്ടിൽ താമസിക്കുന്നതായിട്ടാണല്ലോ നാം അപ്പോസ്തല പ്രവൃത്തി 28 വായിക്കുന്നത്. ആ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം പൗലോസ് സ്വതന്ത്രനായിട്ട് വിട്ടയക്കപ്പെട്ടു. അത് AD 62 63 സംഭവിച്ചു എന്നാണ് അത് വേദപണ്ഡിതന്മാര് കരുതുന്നത്. പിന്നീട് പൗലോസ് ആ ഒന്നാം കാരാഗ്രഹവാസത്തിന് ശേഷം വിട്ടയക്കപ്പെട്ട ശേഷം ഒരു നാലാമതൊരു മിഷണറി യാത്ര, 3 മിഷണറി യാത്രകളെ കുറിച്ചും അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്താത്ത ഒരു മിഷണറി യാത്ര, നാലാമതൊരു യാത്ര നടത്തിയതായിട്ട് തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നും വിശേഷിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിക്കുന്ന ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാനാണെന്ന് 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു. ആ അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷണറി യാത്രകളിലും ക്രേത്ത എന്ന് പറയുന്ന ആ ദ്വീപ് സന്ദർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാലാമതൊരു മിഷണറി യാത്ര നടത്തിയെന്നും ആ നാലാമത്തെ മിഷണറി യാത്രയിൽ താൻ ക്രേത്ത സന്ദർശിച്ചുവെന്നും വ്യക്തമായ ഒരു തെളിവായിട്ട് തന്നെ വേദപണ്ഡിതന്മാര് അതിനെ കരുതുകയാണ്. ഇതിനു മുമ്പ് നാം പരാമർശിച്ചിട്ടുള്ളത് പോലെ ഫിലോമോന്റെ ലേഖനത്തിലും എന്നെ വേഗത്തിൽ ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ നീ എനിക്കൊരു താമസ സൗകര്യം, ഒരു ഗസ്റ്റ് റൂം ഒരുക്കാനായിട്ട് ഫിലേമോന്റെ ലേഖനത്തിലെ ഫിലേമോനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഫിലേമോന്റെ ലേഖനവും താന് 1-ാം കാരാഗ്രഹവാസത്തിലായിരുന്നപ്പോൾ എഴുതിയതായിട്ടുള്ള ലേഖനമാണല്ലോ. അതുകൊണ്ട് നാലാമതൊരു മിഷണറി യാത്ര പൗലോസ് നടത്തി. 1-ാമത്തെ ജയിൽ വാസത്തിന് ശേഷം നാലാമതൊരു മിഷണറി യാത്ര നടത്തി. ആ നാലാമത്തെ മിഷണറി യാത്രയുടെ സമയത്ത് എഴുതിയതായിട്ടുള്ള ലേഖനങ്ങളാണ്, പ്രത്യേകിച്ചും ഇടയലേഖനങ്ങള്. തീമോഥെയോസിന്റെ 1-ാം ലേഖനവും തീത്തോസിന്റെ ലേഖനവും അതേ സമയത്ത് എഴുതിയതാണ്. എന്നാൽ തീമോഥെയോസിനുള്ള 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് ഈ നാലാമത്തെ മിഷണറി യാത്രയുടെ ഒടുക്കമോ അല്ലെങ്കിൽ അതിനുശേഷമോ പൗലോസിനെ അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ ഹീരപ്പോലീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരിക്കാം പൗലോസിനെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ത്രോവാസിൽ വെച്ചായിരിക്കാം. ത്രോവാസിൽ വെച്ച് ആയിരിക്കാം എന്ന് പറയുന്നതിനും ഒരു കാരണം ഈ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും ചർമ്മലിഖിതങ്ങൾ നീ കൊണ്ടുവരുവാനായിട്ട് തീമോഥെയോസിനോട് പറയുന്നുണ്ട്. അപ്പോ മേ ബി ത്രോവാസിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം ഹീരപ്പോലീസിൽ വെച്ചായിരിക്കാം പൗലോസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് നീറോ ചക്രവർത്തി, റോമാ ചക്രവർത്തിയായ നീറോ റോമാ സാമ്രാജ്യം ഭരിക്കുന്ന കാലത്താണ് പൗലോസ് വീണ്ടും അറസ്റ്റിലായത്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ
ഒരു രാജാവായിരുന്നുവല്ലോ നീറോ കൈസർ എന്ന് പറയുന്നത്. നമുക്കറിയാം, റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമിന് തീ വെച്ച ശേഷം ആ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തിയ ഒരു ചക്രവർത്തി ആയിരുന്നു നീറോ എന്ന് പറയുന്നു. അപ്പൊ ആ നീറോ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിച്ചതായിട്ടുള്ള നീറോ, ആ സമയത്ത് പൗലോസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. പൗലോസ് അറസ്റ്റിലായ ശേഷം റോമയിലെ മാമർട്ടൈൻ ഡെഞ്ചിയൻ എന്ന അറിയപ്പെടുന്ന ഒരു വലിയ നിലവറക്കുഴി പോലെയുള്ള ഒരു കാരാഗ്രഹത്തിൽ താനായിരിക്കുന്നു. ഇന്ന് ആ ജയിലിന്റെ മേളിൽ, ആ നിലവറക്കുഴി പോലെയുള്ള ജയിലിന്റെ മുകളിൽ ഒരു പള്ളി അവിടെ നിൽപ്പുണ്ട്. ആ പള്ളിയുടെ താഴെയായിട്ട് ഈ മാമർട്ടൈൻ ഡെഞ്ചിയൻ ഇന്നും കാണാനായിട്ട് സാധിക്കും. ഈ ഡെഞ്ചിയൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിലവറക്കുഴി പോലെ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലേക്ക് ചെല്ലുന്നതായിട്ടുള്ള ഒരു കുഴി പോലെ. അവിടേക്ക് ഇറങ്ങി ചെല്ലുവാൻ സ്പൈറൽ ഗോവേണി, ഇങ്ങനെ ചുറ്റി 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 താഴേക്ക് ഇറങ്ങി ചെല്ലാവുന്ന ഒരു ഗോവേണി ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് ഈ തടവ് പുള്ളികൾക്ക് ഭക്ഷണം താഴേക്ക് ഇട്ടു കൊടുക്കുന്നത്. മാത്രവുമല്ല, വലിയ തടവ് പുള്ളികളെയൊക്കെ താമസിപ്പിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ക്രിമിനൽസിനെ താമസിപ്പിക്കാനിട്ടിരിക്കുന്നതായിട്ടുള്ള ജയിലാണ് ഈ മാമർട്ടൈൻ ഡെഞ്ചിയൻ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന് 1-ാം അധ്യായത്തില് താന് ചങ്ങല ധരിച്ചു. ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായ 2 തീമോഥെയോസ് 1-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഒനേസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. 2-ാം അധ്യായത്തില് 9-ാമത്തെ വാക്യം സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. I also 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, റിമെമ്പർ ജീസസ്, 8 തൊട്ട് വായിക്കുകയാണ്. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ് റൈസ്ഡ് ഫ്രം ദ ഡെഡ്, ഡിസെൻഡഡ് ഫ്രം ഡേവിഡ്, ദിസ് ഈസ് മൈ ഗോസ്പൽ ഫോർ വിച്ച് ഐ എം സഫറിംഗ് ഈവൻ ടു ദ പോയിന്റ് ഓഫ് ബീങ് ചെയിൻഡ് ലൈക്ക് എ ക്രിമിനൽ. ഈവൻ ടു ദ പോയിന്റ് ഓഫ് ബീങ് ചെയിൻഡ് ലൈക്ക് എ ക്രിമിനൽ. ഒരു ക്രിമിനലിനെ പോലെ ഞാൻ ചങ്ങല ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ പൗലോസിന്റെ ആ ജയിലറയ്ക്കുള്ളിലെ വാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ക്രിമിനൽ, ഒരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കൊലപാതകിയെ പോലെയോ അതുപോലെ വലിയ അക്രമം കാണിച്ച പുള്ളിയെ പോലെയോ താന് ആ ജയിലറയ്ക്കുള്ളിൽ ആയിരിക്കുന്ന പരിതാപകരമായ ഒരു സാഹചര്യം. ചില വർഷങ്ങൾക്ക് മുമ്പ് നെൽസൺ മണ്ടേലെ താമസിപ്പിച്ച ജയില് സന്ദർശിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ, അതായത് ആഫ്രിക്കൻ ഉപദ്വീപിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണല്ലോ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബോബൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. കേപ്പ് ടൗണിൽ നിന്ന് യാത്ര ചെയ്താൽ ബോട്ടിൽ പോയാൽ ഒരു 2-3 കിലോമീറ്റർ പോയാൽ ഈ ബോബൻ ഐലൻഡിലെത്തും. ഐലൻഡ് കടലിന് നടുക്കാണ്. അവിടെ ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടിയെടുക്കുന്ന ഒരു പാറമട പോലെയുള്ള സ്ഥലമുണ്ട്. അതിന്റെ അടുത്താണ് ഈ ജയില്. ഈ ജയില് കടലിൽ നിന്ന് എപ്പോഴും തണുത്ത കാറ്റ്, പ്രത്യേകിച്ചും ആഫ്രിക്കൻ പെനിൻസുലയുടെ അങ്ങേയറ്റത്തായതുകൊണ്ട് വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ തണുത്ത കാറ്റ് എപ്പോഴും വരുമ്പോൾ അവിടെ ആ തറയിൽ അദ്ദേഹത്തെ കിടത്തിയിരുന്നായിട്ട് അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെ കുറിച്ച് പറയുമ്പോൾ ആ ജയിലെ കണ്ടപ്പം ആ തണുത്ത തറയിലാണ് പുതപ്പ് പോലും ഇല്ലാതെ ഒക്കെ അനേക വർഷങ്ങൾ അദ്ദേഹം കഴിച്ചു കൂട്ടിയെന്ന് പറഞ്ഞ് കേൾക്കുവാനിട വന്നിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ഓർത്തത്, അപ്പോസ്തലനായ പൗലോസ് റോമയിലായിരുന്നപ്പം അവിടെയും വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിൽ, അതുകൊണ്ട് ആ ശീതകാലം ത്തിന് മുമ്പേ നീ വരുവാൻ ശ്രമിക്കുക എന്നൊക്കെ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തില് പറയുന്നുണ്ട്. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ വളരെ തണുത്തൊരു കാലാവസ്ഥയിൽ നിലവറക്കുഴി പോലെയുള്ള
ഒരു കുഴിക്കകത്ത്, കുഴിയില് അതെന്താണ്, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം എന്നറിയില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ താൻ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ തന്നെയുമല്ല, ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ വിചാരണ നടക്കും. ഇവിടെ 4-ാം അധ്യായം 2 തീമോഥെയോസ് 4-ാം അധ്യായത്തില് 16-ാമത്തെ വാക്യം, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. അപ്പോ ഒന്നാം പ്രതിവാദം കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ടാം പ്രതിവാദം ഇനി ഉണ്ടാകുമോ? അതിന് ശേഷം ഇവിടെ അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, 6-ാമത്തെ വാക്യം, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോ ഇവിടെ പൗലോസ് ഹി വാസ് പ്രെറ്റി ഷുവർ അബൌട്ട് ഹിസ് ഡിപ്പാർച്ചർ, തന്റെ ജീവിതത്തിന്റെ അവസാനത്തോടെ താൻ അടുത്തിരിക്കുന്നു എന്ന് വളരെ ഉറപ്പായ ഒരു സമയത്ത് എഴുതുന്നതായിട്ടുള്ള ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. അപ്പോ തന്റെ ഈ ലോകത്തിലെ വേല മിക്കവാറും തീർന്നു കഴിഞ്ഞു. ചില ദിവസങ്ങൾക്കും അപ്പുറം നീറോ കൈസറിന്റെ പടയാളികളുടെ വാളിന് താൻ ഇരയായി തീർന്ന് തന്റെ കഴുത്തിൽ നിന്ന്, തന്റെ ഉടലിൽ നിന്ന് ഈ തല ഛേദിക്കപ്പെടും എന്ന് തനിക്ക് ഉറപ്പായ ഒരു സമയത്ത് താൻ എഴുതുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം. ഇറ്റ് വാസ് എ ഫെയർവെൽ ലെറ്റർ ഓഫ് അപ്പോസ്റ്റൽ പോൾ. താൻ ഒരു യാത്ര ചോദിച്ചുകൊണ്ട് എഴുതുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത് റോമയിലേക്ക് കൊണ്ടുപോകുന്നു. റോമയിലെ കാരാഗ്രഹത്തിൽ, വളരെ നിലവറക്കുഴി പോലെയുള്ള വളരെ പരിതാപകരമായ ഒരു കാരാഗ്രഹത്തിൽ, ഒരു ക്രിമിനലിനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ, ഒരു അക്രമിയെ പോലെ, ഒരു കൊലപാതകിയെ പോലെ ചങ്ങല ധരിച്ചുകൊണ്ട് താൻ ഈ കുഴിക്കകത്തായിരിക്കുമ്പോൾ എഴുതി, മരണം മുന്നിൽ കണ്ടുകൊണ്ട് ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ തല ഛേദിക്കപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താന് ഏറ്റവും സ്നേഹിക്കുന്നതായിട്ടുള്ള തീമോഥെയോസിന് എഴുതിയതായിട്ടുള്ള ലേഖനമാണ് ഈ 2 തിമോത്തി അല്ല 2 തീമോഥെയോസ് എന്ന് പറയുന്നത്. അവിടെ പറയുന്നു, 6-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ഫോർ ഐ എം ഓൾറെഡി ബീങ് പോർഡ് ഔട്ട് ലൈക്ക് എ ഡ്രിങ്ക് ഓഫറിംഗ്, പാനീയയാഗമായി എന്റെ ജീവിതം ഒഴിക്കപ്പെട്ടു, ആൻഡ് ദ ടൈം ഹാസ് കം ഫോർ മൈ ഡിപ്പാർച്ചർ. എന്റെ ജീവിതത്തിന്റെ, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട, ഈ ശരീരം വിട്ടു പോകേണ്ട സമയം വളരെ അടുത്തിരിക്കുന്നു എന്ന് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത്. പറഞ്ഞല്ലോ, ഹി വാസ് എലോൺ ഇൻ ദ റോമൻ പ്രിസൺ. താൻ ആ റോമയിലെ കാരാഗ്രഹത്തിൽ ഏകനായിരിക്കുമ്പോൾ, ഏറെക്കുറെ സുനിശ്ചിതമായ മരണം കാത്തിരിക്കുമ്പോൾ തീമോഥെയോസിനോട് പറയുകയാണ്, ഡു യുവർ ബെസ്റ്റ് ടു കം ക്വിക്ലി, ആസ്കിംഗ് തിമോത്തി ടു കം സൂൺ ടു ഹിം. 9-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കും. പൗലോസ് ഏകനായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? 1-ാം അധ്യായം നോക്കിയാല് നമുക്ക് കാണാം, അനേകര് തന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ, തന്നെ വിട്ടു എന്നുള്ളത് മാത്രമല്ല, വിശ്വാസത്തിൽ നിന്നും വിട്ടുപോയി എന്നൂടെ താൻ മനസ്സിലാക്കുന്നു. 1-ാം അധ്യായത്തിൽ ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ആസ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ ടർക്കിയുടെ ഭാഗമായ സ്ഥലം. പ്രത്യേകിച്ചും 3 വർഷത്തോളം അപ്പോസ്തലനായ പൗലോസ് താമസിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ള എഫെസോസ് ആസിയയിലെ പ്രധാന പട്ടണമാണ്, ആസിയയുടെ തലസ്ഥാനമാണ്. ആസിയയ്ക്ക് ചുറ്റുപാടുമുള്ള പല പട്ടണങ്ങളിലും സഭ ആരംഭിച്ചത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ താമസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അത് 2 സംവത്സരത്തോളം നടക്കിയാൽ, അതെന്ന് പറയുന്നത് താന് എഫെസോസിൽ തുറന്നോസിന്റെ പാഠശാലയിൽ ശിഷ്യന്മാരെ വേർതിരിച്ച്
സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന ആ പ്രവർത്തനം 2 സംവത്സരത്തോളം നടക്കയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. അതായത് ആസ്യയിലെ എല്ലായിടത്തും സുവിശേഷം മുഴങ്ങിച്ചെന്നത്, സുവിശേഷം അറിയപ്പെടുവാനിടയായത് അപ്പോസ്തലനായ പൗലോസിന്റെ എഫെസോസിലെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്. താൻ എഫെസോസിൽ 2 വർഷമല്ല 3 വർഷമെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. 2 വർഷത്തോളം തുറന്നോസിന്റെ പാഠശാലയിലെ ഈ പ്രസംഗം നടന്നതുകൊണ്ട് ആസിയയിലുള്ള മറ്റു സ്ഥലങ്ങളെല്ലാം നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകള്, എഫെസോസ്, സ്മർണ, തുയതൈര, പെർഗമോസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഈ സഭകളെല്ലാം തന്നെ പൗലോസിന്റെ പ്രസംഗത്തിന്റെ ഫലമായി പൗലോസ് സുവിശേഷം അറിയിച്ചതുകൊണ്ട് ആ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ അതാത് സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് ആരംഭിച്ചതായിട്ടുള്ള സഭകളാണ്. നമുക്ക് കൊലോസ്യ ലേഖനം പഠിച്ചപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു. എപ്പഫ്രാസ് പൗലോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി. താന് കൊലോസ്യയിലും അതുപോലെ ലവോദിക്കയിലും ഹിയരപ്പൊലീസിലും ഒക്കെ ശുശ്രൂഷകനായിരുന്ന വ്യക്തിയായിരുന്നു എപ്പഫ്രാസ് എന്ന് നാം അവിടെ നിന്ന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ താൻ ഇത്രയും സുവിശേഷം അറിയിച്ച, ഇത്രയധികം പ്രയത്നിച്ച സ്ഥലത്തെ ആളുകളെല്ലാം ഇപ്പോ തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് അടുത്തിരിക്കുമ്പോൾ ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിലുള്ളവർ ആകും. അപ്പൊ തന്നെ വിട്ടുപോയി കളഞ്ഞ 2 പേരെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. എന്നാൽ പറയുകയാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. അവിടെ ആ വാക്യത്തിൽ നിന്നൊരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ റോമയിൽ തടവിലായിരുന്നപ്പോൾ ഈ 2ാമത്തെ കാരാഗ്രഹവാസത്തിൽ തടവിലായിരുന്നത് 1ാമത്തെ കാരാഗ്രഹവാസവുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. 1ാമത്തെ കാരാഗ്രഹവാസത്തിലാണെങ്കിൽ താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ച് പടയാളികള് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. തനിക്ക് ഒരുമാതിരി നല്ല സ്വാതന്ത്ര്യവും ആ 1ാം കാരാഗ്രഹവാസത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ 2ാമത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസിനെ എവിടാണ് കാരാഗ്രഹത്തിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പോലും മറ്റുള്ളവർക്ക് അറിയാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒനേസിഫോരസിനെ കുറിച്ച് പറയുമ്പം അവന് എന്നെ ഇവിടെ പറയുന്നത്, മേ ദ ലോർഡ് ഷോ മേഴ്സി ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഒനേസിഫോരസ്. ദൈവം ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കരുണ കാണിക്കട്ടെ. ബിക്കോസ് ഹി ഓഫൺ റിഫ്രഷ് മീ ആൻഡ് വാസ് നോട്ട് അഷെയിംഡ് ഓഫ് മൈ ചെയിൻസ്. എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ എന്നെ തണുപ്പിച്ചവനായിട്ടുള്ള ഒനേസിഫോരസ് എന്ന് പറയുന്നു. ഓൺ ദ കോൺട്രറി, വെൻ ഹി വാസ് ഇൻ റോം, ഒനേസിഫോരസ് റോമിൽ വന്നപ്പോൾ ഹി സെർച്ച്ഡ് ഹാർഡ് ഫോർ മീ ആൻഡിൽ ഹി ഫൗണ്ട് മീ. എന്നെ കണ്ടെത്തുന്നത് വരെ അവൻ വളരെ തിരഞ്ഞു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? പൗലോസ് എവിടാ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് മറ്റു സഹോദരന്മാർക്കൊന്നും അറിയത്തില്ല. ഒനേസിഫോരസ് തന്നെ റോമയിൽ ചെന്നപ്പം വളരെ അന്വേഷിച്ചിട്ടാണ് പൗലോസ് ഏത് കാരാഗ്രഹത്തിലാണെന്ന് കണ്ടെത്തിയത്. സോ സെക്കൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത്, 2ാമത്തെ തടവെന്ന് പറയുന്നത് വളരെ ക്രൂരമായൊരു തടവായിരുന്നു. ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങലയിലിട്ട് ഒരു നിലവറക്കുഴിയിലിട്ടിരിക്കുന്നതായിട്ടുള്ള. എന്നാൽ ഇപ്പോ നാം പറഞ്ഞു വന്ന കാര്യം, എല്ലാവരും തന്നെ വിട്ടുപോയി. ആസ്യക്കാർ പലരും തന്നെ വിട്ടുപോയി. വിശ്വാസത്തിൽ നിന്ന് അനേകർ വിട്ടുപോകുന്നു. ഇനി 4-ാം അധ്യായത്തിൽ വരുമ്പോഴോ, 4-ാം അധ്യായത്തിൽ തീമോഥെയോസിനോട് 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് നീ വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. തീമോഥെയോസിനോട് എന്നിട്ട് പറയുകയാണ്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് ഒരു നല്ല ഡിയർ ബ്രദർ എന്നും പറഞ്ഞ് ദേമാസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് കൊലോസ്യ ലേഖനമൊക്കെ എഴുതുമ്പോൾ. എന്നാൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പിന്നെ ക്രിസ്തോസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. അവരെ ഒരുപക്ഷെ അയച്ചതായിരിക്കാം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. വൈദ്യനായ ലൂക്കോസ് മാത്രമേ ഈ സമയത്ത് അപ്പോസ്തലനായ പൗലോസിനോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ സുവിശേഷം എഴുതിയ യോഹന്നാൻ എന്നും മറുപേരുള്ള, മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാൻ. ജോൺ മാർക്ക് എന്ന് പറയുന്ന ആള് ബർന്നബാസിന്റെ മച്ചുനായി ജോൺ മാർക്കിനെ കുറിച്ചായി പറയുന്നത്, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ നീ അവനെ. ഒരിക്കൽ അവൻ 1-ാം മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ചിട്ടേച്ച് പോയ ആളാണ്. എന്നാൽ ഇപ്പൊ പൗലോസ് അവനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുന്നു. പിന്നെ പറയുന്നത്, തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കും.
എന്തിനാ തീക്കോസിനെ എഫെസോസിലേക്ക് അയച്ചത്? എഫെസോസിലെ സഭാ ശുശ്രൂഷ എന്നാണ് ആര്? തീമത്യോസ്. അപ്പൊ തീമത്യോസിനെ റിലീവ് ചെയ്യാൻ വേണ്ടി തീക്കോസ് എന്ന് ചാർജ് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ തീമത്യോസിന് എഫെസോസിൽ നിന്ന് പോരാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് തീക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ടാ പറയുന്നത്, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. അവിടെ പറയുന്ന പുതപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന എന്തിനാ? ഉടനെ തണുപ്പ് വരും. നമുക്കറിയാം, ഇറ്റലിയിലെ തണുപ്പ് വളരെ ഉള്ള ഒരു സ്ഥലമാണ്. ഭൂമധ്യരേഖയ്ക്ക് ഒത്തിരി മേളിലായിട്ടല്ലേ നമ്മുടെ ഡൽഹിയിലെ ഒക്കെ വരുന്ന പോലുള്ള തണുപ്പ് ഒരു പക്ഷെ ഇറ്റലിയിലെ അവിടെ റോമിലും വരും. അത്രയും തണുപ്പ് വരുന്ന സ്ഥലമാണ്. അവിടെ പുതപ്പില്ലാതെ എങ്ങനെയാണ് പൗലോസ് കഴിഞ്ഞുകൂടുന്നത്? പൗലോസ് ഈ 4ാമത്തെ മിഷണറി യാത്രയിൽ ത്രോവാസിൽ എത്തിയപ്പോൾ കർപ്പോസിന്റെ വീട്ടിൽ ഈ പുതപ്പ് സൂക്ഷിച്ചു കാണും. കാരണം ഇത്രയും ഭാരമുള്ള പുതപ്പും കൊണ്ട് യാത്ര ചെയ്യണ്ടെന്ന് കണ്ട് ഈ പുതപ്പ് കർപ്പോസിന്റെ വീട്ടിൽ വെച്ചിരുന്നു. ആ പുതപ്പ് എടുക്കുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് ഹീരപ്പോലെ അടുത്ത സ്ഥലത്ത് വെച്ച് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കൊണ്ടുപോകാൻ. അപ്പൊ ഈ പുതപ്പ് പോലും എടുക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല. മാത്രവുമല്ല, തന്റെ കുറെ പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ എന്ന് പറയുന്ന പാർച്ച്മെന്റ്സ്, അതും കർപ്പോസിന്റെ വീട്ടില് വെച്ചിരുന്നു. അതുകൂടെ നീ വരുമ്പോ കൊണ്ടുവരാനായിട്ട് പറയുന്നു. അപ്പൊ പൗലോസിന്റെ ഇപ്പോഴ് തിരുവെഴുത്തിന്റെ പ്രതികൾ തന്നെ ഇല്ല, തന്റെ പുതപ്പില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ താൻ ഏകനായിരിക്കുമ്പോൾ, ലൂക്കോസ് മാത്രമേ ഇപ്പോ കൂടെയുള്ളൂ, തനിക്ക് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുവാൻ ലൂക്കോസ് മാത്രമേ കൂടെയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താൻ ഏകനായിരിക്കുമ്പോൾ താൻ ഏറ്റവും സ്നേഹിച്ചതായിട്ടുള്ള തീമത്തിയോസിനോട് തന്റെ അടുക്കലേക്ക് വരുവാനായിട്ട്, നീ വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം എന്നതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസിന് തീമത്തിയോസിനോടുള്ള സ്നേഹം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തീമത്തിയോസിന് എഴുതുന്നു. 3-ാമത്തെ വാക്യം, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട്. അപ്പൊ ഓർത്താട്ട് പൗലോസ് അപ്പോസ്തലൻ എത്രമാത്രം തീമത്തിയോസിനെ രാവും പകലും നിന്നെ സ്മരിക്കുന്നു അല്ലേ? നിന്റെ കണ്ണുനീര് കണ്ട് ഞാൻ, അല്ലേ? നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ. ഇപ്പൊ പൗലോസിന് തീമത്തിയോസിനോട് എത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസിന് തീമത്തിയോസിനോടുള്ള ആ വലിയ സ്നേഹത്തെ കുറിച്ച്, തീമത്തിയോസ് ആരാണെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ ലുസ്ത്രക്കാരനായിരുന്നു തീമത്തിയോസ്. അവന്റെ അമ്മ യുനീക്കയും അവന്റെ വലിയമ്മ ലോവീസും. അമ്മ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. പൗലോസിന്റെ പ്രസംഗത്താൽ വിശ്വാസത്തിലേക്ക് വന്ന രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു തീമത്തിയോസ്. എന്നാൽ തീമത്തിയോസിനെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങള് പൗലോസിന് പറയുവാനായിട്ടുണ്ട്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട്, 19-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. പൗലോസിന്റെ മനം തണുപ്പിച്ചൊരു വ്യക്തിയാണ് ആര്? തീമത്തിയോസ്. പിന്നെ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. എനിക്ക് തീമത്തിയോസിനെ പോലെ നിങ്ങളുടെ അടുക്കൽ അയക്കാൻ പറ്റിയ മറ്റൊരാള് ഇല്ല. പിന്നെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്. എന്നാൽ അവനോ, തീമത്തിയോസിനെ കുറിച്ച് പ്രത്യേകം പൗലോസ് പറയുക, അവൻ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. സോ പൗലോസ് അതുകൊണ്ടാ വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തിയോസ് എന്നൊക്കെ എഴുതുന്നുണ്ട്. എന്നാൽ പറയുന്നു, മകൻ അപ്പന് ചെയ്യുന്നത് പോലെ അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യും. അപ്പൊ അത്രമാത്രം പ്രിയനായിരുന്നു. പിന്നെയും പറയുന്നത്, ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. അപ്പൊ താൻ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വ്യക്തിയായിരുന്നു തീമത്തിയോസ്. തീമത്തിയോസിന്റെ പശ്ചാത്തലം
ഞാൻ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നിന്ന് അവന് സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം ലഭിച്ചവനായിരുന്നു. അവനെ തന്റെ മിഷണറി യാത്രയിൽ കൂടെ കൂട്ടണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ ആ തുടക്ക ഭാഗത്ത് നാം വായിക്കുന്നു. ഇപ്പോഴ് ആ തീമത്തിയോസ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ എല്ലാവരും അവിടെ നിന്ന് പോയപ്പോ ലൂക്കോസ് മാത്രമേ ഇപ്പൊ കൂടെയുള്ളൂ. നീ ത്രോവാസിൽ ചെന്ന് ഞാൻ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന എന്റെ ബ്ലാങ്കറ്റ്, എന്റെ പുതപ്പും എന്റെ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങളും നീ കൊണ്ടുവരണം, നീ വേഗത്തിൽ എന്റെ അടുക്കൽ വരണം. അപ്പോ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ താൻ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ചില അപ്പന്മാര് മരിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മോനെന്ന് വന്ന് കണ്ടേച്ച് മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന പോലെ തീമത്തിയോസിനെ കുറിച്ച് പൗലോസിന്റെ ഹൃദയത്തിലെ ആ വലിയ വാഞ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, തീമത്തിയോസിനെ കുറിച്ച് പറയുമ്പം തീമത്തിയോസ് ഒരു ഭീരുവ, അല്പം ഭയമുള്ള വ്യക്തിയായിരുന്നു അല്ലേ. അതുകൊണ്ട് ആ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രേ ദൈവം നിനക്ക് തന്നത് എന്ന് പൗലോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോ ഈ തീമത്തിയോസ് സ്വയമേ ഇച്ചിരി ഭയമുള്ള വ്യക്തി. എന്നാൽ തീമത്തിയോസിനെ കാണണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് തീമത്തിയോസിന് ഈ ലേഖനം എഴുതുന്നത്? എന്തുകൊണ്ട് തീമത്തിയോസിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു? പൗലോസ്, ഞാൻ പറഞ്ഞതുപോലെ, താൻ ഏകനാണ്. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, എല്ലാവരും ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി. പിന്നെ ക്രിസ്തുസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഇപ്പൊ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താൻ വളരെ വിവശനായിരിക്കുമ്പോൾ, വളരെ ക്ഷീണനായിരിക്കുമ്പോൾ, പരിതാപകരമായ അവസ്ഥയിൽ ആ ജയിലിലായിരിക്കുമ്പോൾ തീമത്തിയോസിനെ കാണും. തീമത്തിയോസിനെ എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ് പൗലോസിന്റെ പ്രധാനമായ ആഗ്രഹം ഇത് എഴുതുമ്പോൾ. മാത്രവുമല്ല, പൗലോസ് എഴുതുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരാഗ്രഹം, Paul was concerned about the welfare of the churches which were going through severe persecution under Emperor Nero. നീറോ ചക്രവർത്തി ഭരണം ഏറ്റെടുത്തതിന് ശേഷം ക്രിസ്ത്യാനികളെ വളരെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പൊ സഭകളെല്ലാം വളരെ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ആ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭകള്, പ്രത്യേകിച്ചും ദുരുപദേശക്കാരെ എപ്പോഴും കയറി വരുമ്പോൾ പീഡനത്തിൽ തളർന്നു പോകുന്ന ആ സഭകളെ കുറിച്ച് ഓർത്ത് ആ ഹൃദയഭാരവും പൗലോസിന് ഈ ലേഖനത്തിൽ തീമത്തിയോസിന് എഴുതുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, പീഡനം ഒരു വശത്തൂടെ, ദുരുപദേശക്കാർ മറ്റൊരു വശത്തൂടെ, ആ ചക്രവർത്തിയും രാജാവും ആ സാമ്രാജ്യം മുഴുവൻ, അതിന്റെ ഒഫീഷ്യൽ മിഷനറി മുഴുവൻ സഭകൾക്ക്, വിശ്വാസികൾക്കെതിരായിരിക്കുന്ന ഒരു കാലം. വിശ്വാസികൾ എങ്ങനെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കും, അവർ വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കുമെന്നുള്ള ഏറിയ ഹൃദയഭാരം പൗലോസിനുണ്ടായി. പൗലോസ് മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല സഭകളെ കുറിച്ചും എനിക്ക് ചിന്താഭാരമുണ്ട്. നമുക്കിങ്ങനെ ഒരു ഭാരമുണ്ടോ? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് ഓർപ്പിക്കാനുള്ള കാര്യം, നമുക്ക് ഇന്ന് നമ്മുടെ സഭകളെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുള്ള വിശ്വാസ സമൂഹത്തെ കുറിച്ച് ഒരു ഭാരമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അധികം ഭാരം ഉണ്ടാകേണ്ടത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച്. അനേകര് നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരം വേണം. എന്നാൽ ഈ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് സുവിശേഷം കൊടുക്കണമെങ്കിൽ ഈ സഭകൾ സുവിശേഷത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ മതിയാകൂ. സഭ സുവിശേഷത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ, വ്യതിചലിച്ചു പോയാൽ, വിശ്വാസികളെ പിന്മാറ്റത്തിലേക്ക് പോയാൽ, വിശ്വാസികൾ പീഡനത്തിൽ തളർന്നു പോയാൽ, പിന്നെ ആര് നശിച്ചു പോകുന്നവർക്ക് സുവിശേഷം കൊടുക്കും? ആ ഒരു വലിയ ഭാരം പൗലോസിന്റെ ജീവിതത്തിൽ. ചില ദിവസങ്ങൾക്കപ്പുറം നീറോ കൈസറുടെ പടയാളികൾ തന്റെ കഴുത്ത് വെട്ടി താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള ചിന്താഭാരമല്ല, താനിപ്പോ ആയിരിക്കുന്ന ജയിലിലെ പരിതാപകരമായ കഷ്ടതരമായ അവസ്ഥയെക്കുറിച്ചുള്ള ഭാരമല്ല പൗലോസിനെ ഇപ്പോഴും അലട്ടുന്നത്. ആ വിശ്വാസികളുടെ ക്ഷേമം. ആര് നശിച്ചു പോകുന്ന ജനത്തിന് സുവിശേഷം കൊടുക്കും? ആര് ഈ വിശ്വാസത്തിൽ നിലനിൽക്കും?
പൗലോസ് സുവിശേഷം പറഞ്ഞ് 3 വർഷം കണ്ണുനീരോട് സുവിശേഷം പറഞ്ഞ എഫെസോസിലെ വിശ്വാസികൾ തന്നെ അനേകര് വിശ്വാസം വിട്ടുപോയി എന്നാണ് പൗലോസ് ഇപ്പോൾ അറിയുന്നത്. ആ സമയത്ത് ആ വലിയ ഭാരത്തോടുകൂടെ പൗലോസ് എഴുതുകയാണ്. എഴുതുമ്പോൾ പൗലോസ് പ്രധാനമായിട്ടും 3 കാര്യങ്ങള് ഇവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയും. അത് പ്രത്യേകം ഒന്നാമതായിട്ട് പറയുന്നത് 14-ാമത്തെ വാക്യം. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ തന്നിട്ട് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് വിശദമായ പഠനത്തിലേക്ക് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് വാക്യ അടിസ്ഥാനത്തിൽ പ്രവേശിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് 13-ാമത്തെ വാക്യം, 1:13. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃക ആക്കിക്കൊള്ളുക. യു ഹാവ് ഹേർഡ് ദ സൗണ്ട് ഡോക്ട്രിൻ ഫ്രം മീ. 13-ാമത്തെ വാക്യം, വാട്ട് യു ഹേർഡ് ഫ്രം മീ കീപ് as the pattern of sound teaching with faith and love in Christ Jesus. What you heard from me, നീ എന്നിൽ നിന്ന് കേട്ടത് keep as a pattern of sound teaching. നിർമ്മലമായ സത്യസന്ധമായി സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഇന്ന് നീ ഒരു പാറ്റേൺ ആയിട്ട് സൂക്ഷിക്കേണ്ടത് എന്നോട് കേട്ട പഥ്യ ഉപദേശമാണ്. സൗണ്ട് ഡോക്ട്രിൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ ബൈബിൾ ഇല്ല, അല്ലേ? സുവിശേഷങ്ങൾ പലതും ഇല്ല, ലേഖനങ്ങളില്ല, മറ്റ് പഴയ നിയമത്തിന്റെ പ്രതികളൊക്കെ കാണും. പക്ഷെ അന്ന് കൂടുതലും വാമൊഴിയായിട്ടാണ് ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. അവര് ഉപദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് വാമൊഴിയായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ റെഫർ ചെയ്യണമെങ്കിൽ ഏതാണ് യഥാർത്ഥ ഉപദേശം എന്നുള്ളത് നീ പരിശോധിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് നീ ഓർത്തോണം. എന്നോട് കേട്ട പഥ്യവചനം, അല്ലേ? വാട്ട് യു ഹേർഡ് ഫ്രം മീ കീപ് ആസ് എ പാറ്റേൺ. എന്നിൽ നിന്ന് കേട്ടതായിട്ടുള്ള ദൈവവചനം യഥാർത്ഥ ഉപദേശത്തിന്റെ രൂപമായി, യഥാർത്ഥ ഉപദേശത്തിന്റെ ഫ്രെയിം വർക്കായിട്ട് നീ സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, അത് സ്നേഹത്തിലും വിശ്വാസത്തിലും നീ മാതൃകയാക്കിക്കൊള്ളുക. എന്നിട്ട് പറയുക, ആ നല്ല ഉപനിധി. അപ്പൊ ആ ഉപനിധി എന്ന് പറയുന്നത് എന്താ? വാട്ട് യു ഹാവ് ഹേർഡ് ഫ്രം മീ. ആ നല്ല സുവിശേഷം, ആ സത്യ സുവിശേഷം, അതാണ് ഉപനിധി എന്ന് പറയുന്നത്. The body of teaching that was given to Timothy by Apostle Paul. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിന് പകർന്നു കൊടുത്തതായിട്ടുള്ള ആ സത്യ ഉപദേശം, ആ യഥാർത്ഥ സുവിശേഷം, അത് ആ നല്ല ഉപനിധി നീ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു. ഗാഡ് ദ ഗുഡ്സ് ഡെപ്പോസിറ്റ്. ഞാന് ആ വാക്യം ഇംഗ്ലീഷിലെ വായിക്കട്ടെ. 2 തീമത്തിയോസ് 1:14. God the good deposit that was entrusted to you, guard it with the help of the Holy Spirit who lives in us. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ യഥാർത്ഥ ഉപദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യ ഉപദേശം എന്താണെന്ന് ഒരു വിശ്വാസിയെ ഓർമ്മപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട മിനിസ്ട്രിയിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും, കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്, പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്ന ജോലി ആരുടേതാണ്? പരിശുദ്ധാത്മാവിന്റെ. എല്ലാം സകല ഉപദേശിച്ചു തരും. സകലമല്ല, സകല ഉപദേശിച്ചു. അപ്പൊ എവിടെ നമുക്കൊരു ഉപദേശ പെശക് തോന്നിയാൽ, എവിടെ ഉപദേശത്തെ കുറിച്ചൊരു തർക്കം വന്നാൽ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഡിസൈഡ് ചെയ്യേണ്ടി വന്നാൽ, അപ്പൊ നമ്മൾ ആരോടാ ചോദിക്കണ്ടേ? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ശരിയായ വഴി എന്നെ കാണിച്ചു തരണമേ. ഏതാണ് ശരിയായ ഉപദേശം? പല കാര്യങ്ങളിലും ശരിയായ ഉപദേശം എന്താണ്
ശരിയായ വഴി ഏതാണ് എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം ആ പരിശുദ്ധാത്മാവിനാൽ വേണം. നീ ആ നല്ല സുവിശേഷം, എന്നോട് കേട്ട സൗണ്ട് ഡോക്ട്രിൻസ്, നിർമ്മലമായ സത്യ ഉപദേശം പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം അനേക ദുരുപദേശക്കാര് സഭയിലേക്ക് എപ്പോഴും നുഴഞ്ഞു കയറുവാൻ, കുറച്ചുകൂടെ ഇതൂടാട്ട അതൂടാട്ടെന്ന് പറഞ്ഞ് ആഡ് ചെയ്യുവാൻ, അതിനോട് ചേർക്കുവാനായിട്ട് ശ്രമിക്കും. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ സുവിശേഷത്തിൽ കൂട്ടുചേർക്കുന്നവരെ പോലെ അല്ല. ഇന്നും സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തോട് ചിലതൊക്കെ കൂട്ടിച്ചേർക്കുവാൻ, ഇതൂടെ വേണം അതൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, ഇന്ന് നമുക്ക് ദൈവവചനം വളരെ ഹൃദ്യമായി ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് വളരെ വ്യക്തമായി 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നാൽ അത് ഓർമ്മപ്പെടുത്തുകയും അത് വെളിവാക്കി തരികയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പറയുന്നു, ആ നല്ല ഉപനിധി, ദാറ്റ് ഗുഡ് ഡെപ്പോസിറ്റ്, ഗാഡ് ദ ഗുഡ് ഡെപ്പോസിറ്റ്, നീ അതിനെ അതിനെ കാവൽ ചെയ്യുക, പരിശുദ്ധാത്മാവിനാൽ നീ അതിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോ പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും തന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന കഷ്ടതയോ ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ തല വെട്ടുമെന്നുള്ള ആ ഭയമോ ഒന്നും അല്ല. തീമത്തിയോസ് എങ്ങനെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കും? അവൻ ഏറ്റെടുക്കുമ്പോൾ പൗലോസ് വിട്ടേച്ചു പോകുന്ന, പൗലോസ് സീനിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. വിട്ടേച്ചു പോകുന്ന ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തീമത്തിയോസ് അതിന് ഒരുക്കപ്പെടണം. തീമത്തിയോസിന് അത് ഒരുക്കപ്പെടുവാൻ വേണ്ടി, ആ സഭകൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ആ വലിയ ഭാരത്തോടെ എഴുതുന്നതായിട്ടുള്ള ലേഖനമാണ് തീമത്തിയോസിന്റെ 2ാം ലേഖനം എന്ന് പറയുന്നത്. ആ ലേഖനത്തിൽ പറയുകയാണ്, നീ സത്യവചനം, പത്യ ഉപദേശം നീ എന്നോട് കേട്ടതാണ്, നീ അത് ഓർത്തുകൊള്ളണം. കീപ് ഇറ്റ് ആസ് എ പാറ്റേൺ. അത് എപ്പോഴും ആര് മറ്റുപദേശങ്ങൾ വന്ന് പറയുമ്പോൾ അതുമായിട്ട്, ഞാൻ പഠിപ്പിച്ചതുമായിട്ട്, ഞാൻ പറഞ്ഞതുമായിട്ട് നീ തട്ടിച്ചു നോക്കണം. പരിശുദ്ധാത്മാവിനാൽ നീ അത് സൂക്ഷിച്ചു കൊള്ളണം. പിന്നീട് പറയുന്നത് മറ്റൊന്ന്, 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അപ്പൊ സെക്കൻഡ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ പഠിപ്പിച്ചത് യു ഷുഡ് കീപ് ഇറ്റ് ആസ് എ പാറ്റേൺ, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നീ സൂക്ഷിക്കണം. അത് തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്, നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഓർപ്പിക്കുന്നതാണ്, ബാല്യം മുതൽ അറിയുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്തുകൾ വ്യക്തമായി പൗലോസ് തീമത്തിയോസിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും എത്രയോ മുമ്പ് തന്നെ, തീമത്തിയോസിന്റെ ബാല്യത്തിൽ തന്നെ ഈ തിരുവെഴുത്തുകൾ തീമത്തിയോസിന് മനസ്സിലാക്കി കൊടുത്തവരുണ്ട്. അതാരായിരിക്കും? അമ്മയും വല്യമ്മയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പോ അമ്മ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു. എന്നാൽ വല്യമ്മയും വിശ്വാസമുള്ള സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ് അമ്മയിലേക്ക് ആ വിശ്വാസം പകർന്നു കൊടുത്തു. ആ വിശ്വാസം തീമത്തിയോസിലേക്ക് പകർന്നു കൊടുത്തു. തിരുവെഴുത്തുകളെ ഈ കൊച്ചുമകനെ ആ വല്യമ്മച്ചി പഠിപ്പിച്ചു. ലോവീസിന്റെ റോൾ എന്താ? ഇന്ന് വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെയും ഒക്കെ റോൾ എന്താ? കൊച്ചുമക്കളെ സുവിശേഷം, തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന, ദൈവവചനം ചൊല്ലും ചോറും കൂടെ കോരിക്കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുക മാത്രമല്ല ദൈവവചനം കൂടെ കോരിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ആ വല്യമ്മച്ചിക്കും അമ്മച്ചിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ പറയുന്നത് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക, നീ യു പേഴ്സീവിയർ. അതുകൊണ്ട് പൗലോസ് പഠിപ്പിച്ചു. പൗലോസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ലോവീസും യുനീക്കയും പഠിപ്പിച്ചിരുന്നു.
അത് ചെറുപ്പം മുതൽ, കുഞ്ഞു പ്രായം മുതൽ അറിയുന്നത് കൊണ്ട് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്കണം. ഒന്ന്, ആ നല്ല ഉപനിധി നീ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം. ആ സത്യവചനം, യഥാർത്ഥ ഉപദേശം നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം. രണ്ടാമത് പറയുകയാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാനായിട്ട് പറയുക. നിലനിൽക്കാൻ, യു പേഴ്സീവിയർ ഇൻ ഇറ്റ്. ഇനിയും മറ്റൊന്ന് പറയുന്ന 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അതും ആ ഭാഗം പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം. 2-ാമത്തെ വാക്യം, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. പ്രീച്ച് ദ വേർഡ്. ദൈവത്തിന്റെ വചനം, ദ വേർഡ്, നൽകപ്പെട്ട വചനം, സത്യവചനം. പ്രീച്ച്, പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും, ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ദൈവവചനം പ്രസംഗിക്കുന്നതിന് സീസൺ ഒന്നുമില്ല. എല്ലാ കാലത്തും പ്രസംഗിക്കേണ്ടത് അതാണ് സത്യവചനം, ദൈവവചനം. വചനം പ്രസംഗിക്കുക. ഇത് തന്നെയാണ് 2-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. യു മസ്റ്റ് ബി എ വർക്കർ അൺഅഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ദൈവവചനത്തെ കുറിച്ച് ലജ്ജിക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇന്നത്തെ വലിയ പ്രശ്നം എന്നാ? സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നില്ല. സത്യവചനത്തെ അല്ല, കയ്യിൽ നിട്ട് പ്രസംഗിക്കും, കൂട്ടിച്ചേർക്കുക. അമ്മൂമ്മ കഥകളും അവര് പഠിച്ച മോട്ടിവേഷണൽ ടോക്സ്. ഈ ദൈവവചനം മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോ ഇന്ന് ഒത്തിരി കഥകളും ഉപകഥകളും അവിടുന്ന് ഇവിടുന്നും ചേർത്ത് അവര് പറഞ്ഞതും വേദപുസ്തകത്തിന് വെളിയിൽ തത്വചിന്തകര് പറഞ്ഞതും ഒക്കെ ചേർത്താണ് ഇന്ന് പ്രസംഗങ്ങൾ. നല്ല കൊട്ടേഷൻസ് ഒന്നും ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും ദൈവവചനത്തെ റീപ്ലേസ് ചെയ്യുക, ദൈവവചനത്തെ മാറ്റി മറ്റുള്ളവരുടെ പഠിപ്പിക്കലുകൾ കൊണ്ട് കയറുന്നു അല്ലേ? ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും മറ്റ് റിലീജിയസ് ബുക്സിൽ നിന്നും ഒക്കെ കോട്ട് ചെയ്യുമ്പോൾ ദൈവവചനത്തെ കുറച്ച് കളവാൻ ഒരിക്കലും, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, വചനം പ്രസംഗിക്കാം. അപ്പൊ പൗലോസിന്റെ 3-ാമത്തെ കൺസേൺ അതാണ്. ഒന്ന്, നല്ല ഉപനിധി സൂക്ഷിക്കുക. 2, അതിൽ വചനത്തിൽ നിലനിൽക്കുക. 3, വചനം പ്രസംഗിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈഫ് നെസസറി. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ അത് വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അത് ആ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഇഫ് നെസസറി യു സഫർ ഫോർ ഇറ്റ്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ സുവിശേഷത്തിന്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ എപ്പോഴും എന്താണ് ഉണ്ടാവും? ഉപദ്രവം ഉണ്ടാവും. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. 3:12 അതാ പറയും. അപ്പൊ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാവും, കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കും. യു സഫർ വിത്ത് മീ ആസ് എ ഗുഡ് സോൾജിയർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായിട്ട്. പൗലോസിന്റെ 4 കൺസേൺസ്, ഈ ലേഖനം എഴുതുന്നതിന്റെ പൗലോസിന്റെ 4 ലക്ഷ്യങ്ങൾ, 4 ഉദ്ദേശങ്ങൾ എന്താണ്? താൻ തനിച്ചായിരിക്കുന്നു, തീമത്തിയോസ് വേഗത്തിൽ വരണം, തീർച്ചയായിട്ടും അതൊരു കൺസേൺ ആണ്. തന്റെ പുതപ്പ് പുസ്തകമൊക്കെ കൊണ്ടുവരണം, ആരും കൂടില്ല, ഒരു സഹായം ചില ദിവസങ്ങൾക്കപ്പുറം തലവെട്ടും, താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ താൻ ഇവിടെ വിട്ടേച്ചു പോകുന്ന ഈ വേല പൂർത്തീകരിപ്പാൻ താൻ വളർത്തിയെടുത്ത ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ്, അദ്ദേഹം ഇച്ചിരി പേടിക്കാരനൊക്കെയാണ് തീമത്തിയോസ്. എന്നാൽ താൻ ഈ വിട്ടേച്ചു പോകുന്ന വേല തുടർന്ന് നടത്തുവാൻ ഈ തീമത്തിയോസ് ആ വേല ഏറ്റെടുക്കുമ്പോൾ തീമത്തിയോസിന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളാണ്. പറയുന്നത്, നീറോ ചക്രവർത്തിയുടെ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അനേക വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് തെറ്റിപ്പോകുന്നു. എന്നാൽ നീ ഈ നല്ല ഉപദേശത്തെ, ഈ നല്ല ഉപനിധിയെ, ഈ സത്യവചനത്തെ നിന്നിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ
സൂക്ഷിച്ചുകൊള്ളുക. രണ്ടാമതായിട്ട് പറയുന്നു, നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിലും നീ ആരോട് കേട്ടോ എന്ന് ഓർത്തിട്ട് അതില് നിലനിൽക്കുക. യു പെർസീവിയർ ഇൻ ഇറ്റ്. മൂന്നാമതായിട്ട് പറയുന്നു, കീപ് ഓൺ പ്രീച്ചിങ്. നീ ഒരു ഇടതടവുമില്ലാതെ പ്രസംഗിക്കണം. ഇന്ന് പ്രസംഗം വേണ്ടാന്ന് പറയുന്ന അനേകരുണ്ട്. പ്രസംഗം 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ആക്കും, അല്ലെ? പള്ളികളിൽ പരസ്യങ്ങൾ പ്രസ്താവിക്കാനും മറ്റ് ചടങ്ങുകൾ നടത്താനും ഒക്കെ സമയമുണ്ട്. ദൈവവചനം പ്രസംഗിക്കാൻ സമയമില്ല. ദൈവവചന പ്രസംഗം 10-15 മിനിറ്റ് കൂടുതൽ ആരും കേൾക്കുകയില്ലെന്നാ പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം. ഒരു പത്രത്തിന്റെ എഡിറ്ററിന് പണ്ടൊരു മനുഷ്യൻ പത്രാധിപർക്കുള്ള കത്തുകളുടെ കൂട്ടത്തിൽ ഇപ്രകാരം എഴുതി, എനിക്കിപ്പോ 10-70 വയസ്സുണ്ട്, 10-60 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. എല്ലാ ഞായറാഴ്ചത്തെയും പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രസംഗം പോലും, ഒരു വാക്ക് പോലും ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ല. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകേണ്ട ആവശ്യമോ പ്രസംഗം കേൾക്കേണ്ട ആവശ്യമോ ഇല്ല. പ്രസംഗമൊക്കെ ഇനി അങ്ങ് നിർത്തണം എന്ന് ആ മനുഷ്യൻ പത്രാധിപർക്കുള്ള കത്തിൽ എഴുതി. നമ്മുടെ നാട്ടിലല്ല, വിദേശത്താണ്. അപ്പൊ അതിനെ അനുകൂലിച്ച് ഒത്തിരി പേര്, ശരിയാ, എന്തിനാ ഈ മനുഷ്യനെ മെനക്കെടുത്തുന്ന പ്രസംഗങ്ങളൊക്കെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നിർത്തണം, ഇത് മനുഷ്യൻ ഓർത്തിരിക്കുന്നില്ല, മനുഷ്യൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അനേകർ അതിനെ അനുകൂലിച്ച് കത്തുകൾ എഴുതി. പക്ഷെ ഒരു മനുഷ്യൻ ഈ എതിർത്ത അദ്ദേഹം ആദ്യം പറഞ്ഞ കത്തിനെയെല്ലാം അനുകൂലിച്ചപ്പോൾ ഒരു മനുഷ്യൻ മാത്രം ഇങ്ങനെ എഴുതി, എനിക്കും ഉണ്ട് 10-60 വയസ്സ്, ഞാനൊരു 35 വർഷമായിട്ട് വിവാഹിതനാണ്, ഞാൻ ജനിച്ച നാള് തൊട്ട് ഇന്ന് വരെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? ആദ്യം എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, പിന്നെ എൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്ന ഭക്ഷണം ഞാൻ കഴിച്ചു, ഓരോ ദിവസവും ഞാൻ ഭക്ഷണം കഴിച്ചു. പക്ഷെ ഏതൊക്കെ ദിവസം ഏതെല്ലാം കറിയും കൂട്ടാനുമാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഭക്ഷണം കഴിച്ചത് കൊണ്ടാ ഇന്നും ജീവനുള്ളവനായിട്ട് നിലനിൽക്കുന്നു. കറിയുടെയും കൂട്ടാന്റെയും എണ്ണമോ പേരോ ഓർത്തിട്ടല്ല, അതെന്റെ അകത്ത് ചെന്നതുകൊണ്ടാണ് ഇന്നും ഞാൻ ജീവനുള്ളവനായിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, പ്രസംഗം വേണ്ട, ദൈവവചനം പഠിക്കണ്ട, പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ തന്റെ കഴുത്ത് വെട്ടാൻ പോകുമ്പോഴും ജീവിതത്തിന്റെ അവസാനത്തിലും താൻ ഏറ്റവും സ്നേഹിക്കുന്ന തീമോഥെയോസിനോട് കൊടുക്കുന്നതായിട്ടുള്ള ആ ലാംഗ്വേജ് ഭയങ്കരമാണ്. 4-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം. കീപ് ഓൺ പ്രീച്ചിങ് ദ വേർഡ്. ദൈവത്തിന്റെ വചനം തുടർമാനമായി പ്രസംഗിക്കാം. സമയത്തും അസമയത്തും അത് പറയുവാനായിട്ട് നീ ഒരുങ്ങി നിൽക്കാം. 2-ാം അധ്യായത്തിൽ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം. അങ്ങനെ നീ ചെയ്യുമ്പോൾ, ഈ സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ, ആ സത്യവചനത്തിൽ നിലനിൽക്കുമ്പോൾ, സത്യവചനത്തെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കുമ്പോൾ, നീ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ഉപദ്രവം ഉണ്ടാവും. അങ്ങനെ വന്നാൽ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കും. പൗലോസ് ഈ ലേഖനം എഴുതിയതിന്റെ പൊതുവായ ഉദ്ദേശങ്ങൾ ഇതാണ്. തന്റെ വ്യക്തിപരമായ കഷ്ടങ്ങളെക്കാൾ ഉപരി, തനിക്ക് നേരിടാൻ പോകുന്ന ആ വലിയ ആപത്തിനേക്കാൾ ഉപരി, സഭകൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും താൻ വിട്ടേച്ചു പോകുന്ന വേല ഏറ്റെടുത്ത് തീമോഥെയോസ് ആ ശുശ്രൂഷ നിർവഹിപ്പാനും ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും എഫെസോസിലുള്ള മുഴുവൻ സഭയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവസാനത്തെ ഗ്രീറ്റിംഗിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ ലേഖനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ആ വലിയ ഹൃദയഭാരമുണ്ടോ? ഈ സുവിശേഷം തലമുറ തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് മുദ്രാവാക്യമൊക്കെ വിളിക്കും. പക്ഷേ ഇത് തലമുറ തലമുറ കൈമാറുവാൻ, അണയാതെ സൂക്ഷിക്കുവാൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ, തുടർമാനമായി വചനം പ്രസംഗിക്കുവാനും പ്രസംഗിക്കപ്പെടുവാൻ ഇടയാക്കേണ്ടതിനും നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അതിനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? നാം പഠിക്കുന്ന വചനം, നാം കേൾക്കുന്ന വചനം മറ്റുള്ളവർക്ക് കൈമാറുവാൻ, അനേകരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, നിലനിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നല്ല ഉപനിധി സൂക്ഷിപ്പാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.